നടിയെ ആക്രമിച്ച കേസിൽ പ്രതി മണികണ്ഠന്റെ മൊഴി പുറത്ത്. ടെമ്പോ ട്രാവലർ കാറിൽ ഇടിക്കുമ്പോൾ വണ്ടി ഓടിച്ചിരുന്നത് പൾസർ സുനിയാണെന്നും സുനി കാറിൽ കയറിയപ്പോൾ പിന്നീട് ട്രാവലർ ഓടിച്ചത് താനാണെന്നുമാണ് മണികണ്ഠന്റെ മൊഴി. പാലാരിവട്ടത്ത് വെച്ചാണ് സുനി കാറിൽ കയറിയതെന്നും മൊഴി. അതേസമയം കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പ്രമുഖ നടനെ ചോദ്യം ചെയ്തുവെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ കേസുമായി ബന്ധപ്പെട്ടുള്ള സിനിമാ ബന്ധം പോലീസ് നിഷേധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, മണികണ്ഠന്റെ മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് മണികണ്ഠൻ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങളിലേക്ക്. മണികണ്ഠന്റെ വിശദമായി പോലീസ് ഇന്നലെ ചോദ്യം ചെയ്യുകയുണ്ടായി. 6 മണിക്കൂറിൽ കൂടുതൽ മണികണ്ഠനെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യം ചോദ്യം ചെയ്തപ്പോൾ തന്നെ മണികണ്ഠൻ തന്റെ കുറ്റം നിഷേധിച്ചു. താൻ നടിയെ ആക്രമിച്ചിട്ടില്ല എന്ന് മണികണ്ഠൻ നിഷേധിക്കുകയുണ്ടായി. ഇത് കൂടാതെ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതായത് നടി തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിലേക്ക് വരുമ്പോൾ അത്താണിക്ക് സമീപം വെച്ചാണ് ഒരു ടെമ്പോ ട്രാവലർ കൊണ്ടുവന്ന് ഇടിപ്പിക്കുകയും പിന്നീട് കാറിൽ 3 പേർ അതിക്രമിച്ച് കയറുകയുമാണ് ഉണ്ടായത് എന്നാണ് ആദ്യത്തെ വിവരം. ഇതിന്റെ കൂടുതൽ കാര്യങ്ങളാണ് മണികണ്ഠൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ട്രാവലർ ഓടിച്ചിരുന്നത് സുനിയാണ് ഈ സമയത്ത് ഈ നടിയുടെ കാറ് ആദ്യം കൊണ്ട് ഇടിച്ചതിന് ശേഷം അപ്പോൾ സുനി ഈ കാറിനകത്തേക്ക് കയറിയില്ല. ആദ്യം കാറിൽ കയറിയത് മണികണ്ഠനും മറ്റുമാണ്. തുടർന്ന് ഈ നടിയുടെ കാറിന്റെ നിയന്ത്രണം മണികണ്ഠൻ ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് പാലാരിവട്ടം വരെ ഈ കാർ ഓടിച്ചത് മണികണ്ഠനാണ്. പാലാരിവട്ടത്ത് വെച്ചാണ് പൾസർ സുനി ട്രാവലറിൽ നിന്നും ഈ കാറിലേക്ക് കയറുന്നത്. പിന്നീടുള്ള സമയത്താണ് നടിയെ ഉപദ്രവിക്കുകയും ആക്രമിക്കുന്ന അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായത്. അപ്പോൾ മണികണ്ഠൻ ആ കാറിലുണ്ടായിരുന്നു, ആ കാർ ഓടിക്കുകയായിരുന്നു എന്നും മണികണ്ഠൻ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനുശേഷം പിന്നീട് കാക്കനാട് വെച്ചാണ് ഈ നടിയെ പിന്നീട് അക്രമം അവസാനിപ്പിച്ച് ഉപേക്ഷിച്ചത്. അതാണ് ആ സംഭവത്തെക്കുറിച്ച് മണികണ്ഠൻ കൂടുതൽ മൊഴി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സുനിയാണ് ഈ ടെമ്പോ ട്രാവലർ കൊണ്ട് ഇടിപ്പിച്ചതും പിന്നെ സുനിയാണ് കാറിൽ വെച്ച് ഉപദ്രവിച്ചതും ഫോട്ടോ എടുത്തതും എല്ലാം സുനിയാണ് എന്ന തരത്തിൽ മണികണ്ഠന്റെ മൊഴി പുറത്തു വന്നിരിക്കുന്നു. ഈ മണികണ്ഠന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. ഒരു പ്രമുഖ നടനെ ചോദ്യം ചെയ്തതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇക്കാര്യം പോലീസ് നിഷേധിക്കുന്നു. അത്തരത്തിൽ ആരുടെ മൊഴി ഇതുവരെയും പോലീസ് എടുത്തിട്ടില്ല, അത്തരത്തിലും തീരുമാനിച്ചിട്ടില്ല എന്നെല്ലാമാണ് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ സിനിമാ മേഖലയുള്ളവരെ ചോദ്യം ചെയ്യുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പൾസർ സുനിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നു. പൾസർ സുനിയും വിജീഷിനെയുമാണ് ഇനി പിടികൂടാനുള്ളത്. കേരളത്തിന് പുറമെ അന്യ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ശക്തമായ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. സ്വാമി ഉമേഷ്, ഒപ്പം തന്നെ ഇപ്പോൾ മണികണ്ഠന്റെ മൊഴി പുറത്തു വരുമ്പോൾ നേരത്തെ തന്നെ ഈ ആക്രമണം കരുതി കൂട്ടി പ്ലാൻ ചെയ്തതാണെന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയായിരുന്നു പോലീസ് നൽകിയിരുന്നത്. അപ്പോൾ മണികണ്ഠൻ ഉൾപ്പെടെയുള്ള എല്ലാ കൊട്ടേഷൻ അംഗങ്ങൾക്കും ഈ കൃത്യവുമായിട്ട് നേരത്തെ ഇത് അറിയാമായിരുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മണികണ്ഠൻ പറഞ്ഞത് തനിക്ക് ഈ സംഭവത്തിൽ നടിയെ ആക്രമിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് കൊട്ടേഷനാണെന്നും മറ്റും വാർത്തകൾ വരുമ്പോൾ ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ തനിക്കറിയില്ല. സുനിയാണ് ഇത് ആസൂത്രണം ചെയ്തത് എന്ന കാര്യം അറിയാം. സുനി വിദേശത്താണ് താൻ വന്നത്, ഒരു വർക്കുണ്ട് എന്ന് പറയുകയാണ് ഉണ്ടായത്. അതെല്ലാം മണികണ്ഠന്റെ മൊഴി ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ആ മൊഴിക്ക് പുറമെയാണ് ഇപ്പോൾ ഈ കാറ് ടെമ്പോ ട്രാവലർ ഓടിച്ചിരുന്നത് സുനിയാണ് ഈ വാഹനത്തിൽ കൊണ്ടിടിപ്പിച്ചത് എന്ന മൊഴിയാണ് ഇപ്പോൾ പുതുതായി പുറത്തു വന്നിരിക്കുന്നത്. പിന്നീട് സുനി തന്നെയാണ് ട്രാവലർ തുടർന്നും ഓടിച്ചത്. മണികണ്ഠനായിരുന്നു നടി സഞ്ചരിച്ച കാറ് ഓടിച്ചിരുന്നത്. പിന്നീട് പാലാരിവട്ടത്ത് വെച്ച് സുനി ഈ വാഹനത്തിൽ കയറിയാണ് ഈ അക്രമം എല്ലാം നടക്കുന്നത് എന്ന പ്രധാനപ്പെട്ട മൊഴിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? സുനിയാണ് എന്ന ബോധ്യമാണ് മണികണ്ഠനുള്ളത്. സുനി പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്, സുനിയാണ് ഇത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് എന്നാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് ഈ മണികണ്ഠന്റെ മൊഴി സംബന്ധിച്ച് കൂടുതൽ വിശദമായ പരിശോധനകൾ പോലീസ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഒപ്പം തന്നെ പൾസർ സുനിക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. ഉമേഷ്, ഒപ്പം തന്നെ ഇനിയിപ്പോൾ പൾസർ സുനിയെ കണ്ടെത്താനുള്ള തെരച്ചിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് അദ്ദേഹം കീഴടങ്ങുമെന്ന തരത്തിലുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊക്കെ എങ്ങനെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? സോമി, നേരത്തെ പൾസർ സുനി മുൻപ് പല കേസുകളിൽ പെട്ടപ്പോൾ ശിക്ഷിക്കപ്പെടും എന്ന് കാണുമ്പോൾ കീഴടങ്ങുന്ന ഒരു സ്വഭാവക്കാരനാണ് ഈ പൾസർ സുനി. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയാണ് ഇപ്പോൾ ഈ കേസിലും അയാൾ കീഴടങ്ങും എന്ന സൂചന പുറത്തു വരുന്നത്. എന്നാൽ പൾസർ സുനി കീഴടങ്ങുന്നതിന് മുമ്പ് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ ഏതെങ്കിലും കോടതികളിൽ കീഴടങ്ങാൻ സാധ്യതയുള്ള കോടതികളിലെല്ലാം തന്നെ പോലീസ് ഇന്നും നിരീക്ഷണം തുടരുന്നു. അവിടെയെല്ലാം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ
കോടതിയിലേക്ക് നേരിട്ട് വന്ന് കീഴടങ്ങൽ പൾസർ സുനിയെ സംബന്ധിച്ച് അസാധ്യമാണ്. അതിനു മുൻപ് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസ് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇയാൾ അന്യ സംസ്ഥാനത്ത് അടക്കമുള്ള സ്ഥലങ്ങളിലും ഈ പോലീസിന്റെ പരിശോധന ശക്തമാണ്. സ്വാമി, മണികണ്ഠന്റെ മൊഴിയിൽ നിന്ന് സുനിയെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? അത്തരത്തിലുള്ള സൂചന നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? മണികണ്ഠന്റെ മൊഴിയിൽ നിന്നും സുനി എവിടെയാണെന്നുള്ളത് സംബന്ധിച്ച സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടില്ല. കാരണം മണികണ്ഠൻ ഇന്നലെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇവർ ആദ്യാവസാനം ഈ കൃത്യം നടന്ന ശേഷം കുറെ സമയം ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു. ആലപ്പുഴയിലും മറ്റും ഇവർ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഇവർ ഒരുമിച്ച് കോയമ്പത്തൂരിലേക്ക് പോയി. ഈ കോയമ്പത്തൂരിൽ വെച്ച് മദ്യപാനം ഉണ്ടായി. മദ്യപിച്ചതിനെ തുടർന്ന് വാക്കുതർക്കം ഉണ്ടാവുകയും വിജീഷും മണികണ്ഠനും പൾസർ സുനിയും 3 വഴിക്ക് പോവുകയും ചെയ്തു എന്നെല്ലാമാണ് മണികണ്ഠൻ മൊഴി നൽകിയത്. അപ്പോൾ പല വഴിക്കായി കഴിഞ്ഞ ശേഷമാണ് മണികണ്ഠൻ പിടിയിലാവുന്നത്. അവിടെ നിന്ന് സുനി എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ചുള്ള ധാരണ മണികണ്ഠനില്ല. അക്കാര്യം സംബന്ധിച്ച് പോലീസിന് മണികണ്ഠനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഊർജിതമായ അന്വേഷണം കേരളത്തിന് പുറത്തും പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ പ്രതി മണികണ്ഠന്റെ മൊഴി പുറത്ത്. ടെമ്പോ ട്രാവലർ കാറിൽ ഇടിക്കുമ്പോൾ വണ്ടി ഓടിച്ചിരുന്നത് പൾസർ സുനിയാണെന്നും സുനി കാറിൽ കയറിയപ്പോൾ പിന്നീട് ട്രാവലർ ഓടിച്ചത് താനാണെന്നുമാണ് മണികണ്ഠന്റെ മൊഴി. പാലാരിവട്ടത്ത് വെച്ചാണ് സുനി കാറിൽ കയറിയതെന്നും മൊഴിയിൽ പറയുന്നു. അതേസമയം കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പ്രമുഖ നടനെ ചോദ്യം ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്ന് വരുന്നുണ്ട്. എന്നാൽ കേസുമായി ബന്ധപ്പെട്ടുള്ള സിനിമാ ബന്ധം പോലീസ് നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.